ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞു, പക്ഷെ നമ്മള് ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനായിട്ട് വന്നാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ കണ്ണിലേക്ക് വെയിലടിക്കണേ. വെയിലിന് ശകലല്ലേ, മഞ്ഞും വെയിലുമായിട്ട് അത് ഭയങ്കര ഇതാ. അപ്പൊ ഒരു ബുദ്ധിമുട്ട്. അയ്യോ, അവിടെ ഭയങ്കര വെയില്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു വീഡിയോ, കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോയാബീനോട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നാട്ടിൽ നമ്മൾ അച്ചാർ കൊണ്ടുവന്നു, പക്ഷെ നമുക്ക് അതുണ്ടെങ്കിലും അത് ഇച്ചിരി ഉപ്പ് കൂടുതലാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതല്ലേ, നാരങ്ങ മാങ്ങയായാലും. അപ്പൊ ഞാൻ വിചാരിച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാൻ ഒരു സോയാബീൻ കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കാണാം, അതിലേക്ക് നമുക്ക് പോവാം. നമുക്ക് സോയാബീൻ വേവിക്കാനുള്ള വെള്ളം വെക്കാം. വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സോയാബീൻ ഞാൻ കുറച്ചിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി സോയാബീൻ കുറച്ചെടുത്താണ് ഞാൻ ഇടുന്നത്. സോയാബീൻ ഇട്ട് അതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടി ഒന്നും ഇടാതെ ഉപ്പിട്ടാണ് വേവിച്ചിപ്പോൾ എടുക്കുന്നത്. അതെല്ലാം നന്നായി മുക്കാൻ പാകത്തിന്. നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി നന്നാക്കി എടുക്കാം. നമുക്ക് അച്ചാറിലേക്ക് വേണ്ട ഞങ്ങൾ കുറച്ച് സാധനങ്ങളും അത് വെച്ചുള്ള ചെറിയൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു തവണ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ധൃജു പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചെയ്തിടാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തീർന്നു, 2 ദിവസം പോലും നിന്നില്ല, പെട്ടെന്ന് തീർന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇച്ചിരി തോന ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. സാധാരണ അന്നൊരു ഇച്ചിരി ഉണ്ടാക്കിയുള്ളൂ, കുറച്ചുണ്ടാക്കിയുള്ളൂ. അപ്പം ഞാൻ അതായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാണ് കുറച്ചുണ്ടാക്കിയുള്ളൂ, അതുകൊണ്ട് അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം ഇച്ചിരി കുറച്ച് തോന ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് അത് ഉണ്ടാക്കിയിട്ട് വരാം. എന്നിട്ട് ധൃജു എന്നെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചേട്ടേ. അപ്പോൾ ധൃജി എനിക്ക് സിനിമ വെച്ചുതരാൻ വേണ്ടിയിട്ട്, ഞാൻ മൊബൈലിലല്ലേ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ സ്ക്രീൻ സിനിമ കാണാൻ തിയേറ്ററിലൊന്നും പോകാത്തതുകൊണ്ട് ധൃജിയോട് ഞാൻ ധൃജി എനിക്ക് ലാപ്ടോപ്പിൽ വെച്ചുതരാമെന്ന് പറഞ്ഞ് എനിക്ക് ലാപ്ടോപ്പിൽ വെച്ചുതരാണ്. ഞാനും കൊച്ചു ധൃജി നിൽക്കണം ഫോട്ടോ. ധൃജിയുടെ കൈക്ക് പറഞ്ഞില്ലേ ചെറിയൊരു ഇത് വന്നായിരുന്നു എന്ന്. എന്നതാടാ വേദന, എന്തോ പറ്റി എൻ്റെ കൈക്ക്. ജിമ്മിൽ പോയിട്ട് ചതഞ്ഞതാണോ? അപ്പോൾ അത് പറ്റി. അപ്പം ഞാൻ ഇത് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ ഇതും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാണാം. അപ്പം ഞാൻ ദേ പച്ചമുളക് കാണിച്ചെന്നില്ലായിരുന്നു, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി. ഈ ഇഞ്ചി നമുക്ക് വേണ്ട കേട്ടോ, ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് കിട്ടിയോണ്ട് ആ ഇഞ്ചി എടുത്തില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെയായാലും ഇതിപ്പോൾ സെറ്റായിട്ടില്ല, കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സോയാബീൻ നന്നായി വേവിച്ച് അതിൽ നിന്നുള്ള വെള്ളമൊക്കെ നമ്മൾ ഊറ്റി നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിയൊന്നും ഞാൻ ഇട്ടില്ല കേട്ടോ. ഞാൻ ഇച്ചിരി കാശ്മീർ മുളക് പൊടിയാണ് ചേർത്തത്. നമ്മൾ മുളക് ചേർത്താൽ ഒത്തിരി മുളകിൻ്റെ എരിവ് അത്ര വേണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ മുളക് അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് നന്നായി നമ്മൾ തിരുമ്മി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്, ഞാൻ വെളിച്ചെണ്ണയല്ല ഉപയോഗിച്ചേക്കുന്നത്, ഞാൻ സൺഫ്ലവർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് നമ്മൾ കുറച്ച് നേരം സെറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ സോയാബീൻ വറുക്കാനായിട്ട് ഇട്ട് നമ്മൾ ഫസ്റ്റ് ഇത് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ നമ്മൾ വറുത്ത് കഴിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അധികം അങ്ങ് കറുപ്പിച്ച് നമ്മൾ ഈ എന്താണ് ബീഫ് അച്ചാർ ഉണ്ടാക്കണ പോലെ നമ്മൾ അധികം കറുപ്പിച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുള്ളൂ. നമ്മൾ ആ വാട്ടിയെടുത്ത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് നമുക്ക് അതിലേക്ക് മറ്റേ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമല്ലോ, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ. അപ്പൊ അതിനായിട്ട് ഞാൻ വേറെ പാത്രമായിട്ട് എടുത്തത്. പാത്രം എടുത്തു, അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. പിന്നെ നമ്മൾ ഇത് ഒരു തവണ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അന്നേരം നല്ലായിരുന്നു. പിന്നെ നമ്മൾ ഓരോന്നും വെച്ച് ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടമല്ല. അച്ചാർ നമ്മൾ ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും കഴിക്കൂലോ. അത് കഴിഞ്ഞ് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ടു. കടുക് നന്നായി പൊട്ടിത്തെറിച്ച് നന്നായി അത് സെറ്റായി വന്നപ്പോഴത്തേനും ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. അപ്പൊ ഈ കുപ്പി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാട്ടോ. ഇതും വെളിച്ചെണ്ണയ്ക്കുള്ള കുപ്പിയും ഉപ്പും ഒക്കെ ആയിട്ടുണ്ട്. നല്ല ഓഫറിൽ കിട്ടിയപ്പോൾ മേടിച്ചാണ്. നല്ല കുപ്പിയായിട്ട് നമുക്ക് നല്ല
ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ അത് കഴിഞ്ഞ് ഇത് മൂത്ത് കഴിഞ്ഞപ്പോൾ ഉലുവയൊക്കെ നന്നായി മൂത്ത് പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കി നന്നായി മൂത്ത് കഴിഞ്ഞു. നന്നായി മൂത്ത് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അതിലേക്ക് കുറച്ചും കൂടി കാശ്മീർ മുളക് പൊടി ഇട്ടേക്കുന്നത്. കുറച്ചുകൂടി കാശ്മീർ മുളക് പൊടി ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നന്നായി ഇട്ടു. അത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ആ പച്ചപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനായിട്ട് ഇട്ടുള്ളൂ. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുത്തു. അത് നന്നായി അതിൻ്റെ പച്ചപ്പ് അങ്ങ് നന്നായി പോവാൻ വേണ്ടിയിട്ട് അങ്ങ് ശരിക്കും ഞാൻ തീ കുറച്ചിട്ടിട്ടുണ്ടേ. തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ തീ കുറച്ച് നന്നായി അത് ഇളക്കി സെറ്റാക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് വിനാഗിരി ഒഴിക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി. അപ്പോൾ ആവശ്യത്തിനുള്ള വിനാഗിരി ഞാൻ ഒഴിച്ചു. വിനാഗിരി വെച്ചിട്ട് പുക പോയപ്പോൾ ഞാൻ പേടിച്ചു കേട്ടോ. മൊബൈൽ അത്ര അടുത്ത് ചേർത്ത് വെച്ചേക്കണ കാരണം. അത് കഴിഞ്ഞാൽ നന്നായി ഇളക്കി നല്ല സെറ്റാക്കി. നല്ല കൊഴുപ്പൊക്കെ വേണമല്ലോ. അപ്പം അത് നല്ല സെറ്റാക്കി. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞ് നന്നായി ഇളക്കി. ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വറ്റി ചേച്ചിട്ട് കുറുകി വന്നു. അപ്പൊ ഞാൻ അതിലേക്ക് സോയാബീനും ഇട്ട് നന്നായി മിക്സ് ചെയ്തു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ സോയാബീൻ ഒരു ചെറിയൊരു കൊഴുപ്പ് എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ച് ബാക്കി ഇരുന്ന സോയാബീനോട് ഇട്ട് നന്നായി സെറ്റ് ചെയ്യപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണ ഒക്കെ വടിച്ച് അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് കേട്ടോ. അത് കാണിച്ചിട്ടില്ല. വെളിച്ചെണ്ണ ഒക്കെ ഞാൻ നന്നായി വടിച്ചതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. വെളിച്ചെണ്ണ ഇരുന്ന കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, എനിക്കിഷ്ടമാണ്. അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ചുകൂടി വിനാഗിരി ഉപ്പ് ഒഴിച്ച് സെറ്റാക്കി. നമുക്കിത് എങ്ങനെയുണ്ട് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ ചോറുണ്ണാം. അപ്പോൾ ഞങ്ങൾ ചോറുണ്ണാൻ പോവാണ്. അച്ചാർ ഞാൻ എടുത്തു. ഞാൻ വേറെ ഒന്നുമില്ല, നോമ്പായതുകൊണ്ട് അച്ചാറാണ് എടുത്തത്. മുതിര എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ധൃജിക്ക് മുതിര കൊടുത്തു, പിന്നെ അച്ചാർ കൊടുത്തു, പിന്നെ ധൃജിക്ക് ചിക്കൻ ഉണ്ട്. ധൃജിക്ക് നോമ്പില്ലല്ലോ. ധൃജി ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ട് പറ. ആണോ? അത് പിടിച്ച് നാളെ വരൂ. അപ്പം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി. ധൃജിക്ക് തണുത്ത് പറിച്ചിട്ട് പാടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ കുക്കിംഗ് വീഡിയോ കഴിഞ്ഞ് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇഷ്ടമായിട്ടുണ്ട്, നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ധൃജിത്തിനാണെങ്കിൽ അതില് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ് അവന് കൂടുതൽ ഇഷ്ടമായത്. ഇത് ഇച്ചിരി അവന് അത്ര ആയിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസത്താണ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് പിന്നെ അച്ചാർ എങ്ങനെ ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കും. പിന്നെന്താണ്, അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സോയാബീനോണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോസായി കാണുന്നവരെ ബൈ ബൈ.